ഇവിടെ വിലപ്പ തീരാ. ഊണ് കഴിക്കണ ഉത്സാഹം ഇതിൽ കാണിച്ചിരുന്നെങ്കിൽ നാളേരം ഉണങ്ങി കൊപ്രയാവേണ്ട സമയമായി. മോളെ, ആ അച്ഛനെ ഇന്നലെ എത്തുന്ന ഞാൻ കരുതിയത്. അന്ന് പോയപ്പോ പറയണ്ടായല്ലോ ശനിയാഴ്ച വരുമെന്ന്. ഇരുട്ടിട്ടും കാണാണ്ടായപ്പോ കൊച്ചുട്ടിനെ വീട്ടിലേക്ക് അയച്ച് നോക്കിപ്പിച്ചു. കോയമ്പത്തൂർന്ന് പോരുമ്പോഴേ വൈകി. പിന്നെ പാതിരാത്രിക്ക് വന്ന് നിന്നെ വിളിച്ചുണർത്തണ്ടെന്ന് കരുതി വീട്ടിൽ തന്നെ ചെന്ന് കിടന്നു. അപ്പടി മാറാലും പൊടിയും പിടിച്ച് കിടക്കായിരിക്കും. 2 ദിവസമായി ജാനുവിനെയും കൂട്ടിച്ചെന്ന് അടിച്ച് വൃത്തിയാക്കണമെന്ന് വിചാരിക്കണു. ഇവിടുന്ന് മാറാൻ നേരം കിട്ടണ്ടേ? അവരൊക്കെ ഇന്ന് എത്തൂലേ? അങ്ങോട്ട് പോകുമ്പോ എന്റെ അടുത്ത് കയറിയിരുന്നു. ഫോൺ ചെയ്തപ്പോ പറഞ്ഞു ഉച്ചയ്ക്ക് മുമ്പ് എത്തുമായിരിക്കും. അച്ഛന് കാപ്പി എടുക്കട്ടെ? രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. മാവിരിപ്പുണ്ട്, പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം. സത്യവതിയുടെ പരീക്ഷ കഴിഞ്ഞു അച്ഛാ? ഇല്ല, എൻട്രൻസിന്റെ പഠിത്തമുണ്ട്. ശ്രീകാന്തോ? വെക്കേഷൻ ആയതുകൊണ്ട് കടയിൽ എന്റെ സഹായത്തിന് വരണുണ്ട്. ഇത്തവണ വരുമ്പോഴെങ്കിലും നിന്നെ കൊണ്ടുവരാൻ ചിറ്റ പറഞ്ഞു. കുറച്ചു ദിവസം അവിടെ വന്ന് നിന്നൂടെ നിനക്ക്? വിരോധം ഉണ്ടായിട്ടല്ല അച്ഛാ. ഇവിടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും മഹിയേട്ടന്റെയും എന്ത് കാര്യത്തിന് ഞാൻ വേണം. പിന്നെ കൃഷിപ്പണിയുടെ തിരക്കും. ഒന്നും വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല അച്ഛൻ. അന്ന് കോയമ്പത്തൂർ ചെന്ന് പെട്ടതും രണ്ടാമതൊരു കല്യാണം കഴിച്ചതൊക്കെ അന്നത്തെ ഓരോ സാഹചര്യം. മരിക്കണവരെ അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല നിന്റെ അമ്മ. നിന്റെ അമ്മ മാത്രല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ആരും. ഒക്കെ എന്റെ തെറ്റാ. ഇപ്പൊ നിന്നെ ഇവിടെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുക്ക് വിട്ട് ഒരു വീടുള്ളത് പൂട്ടിയിട്ട് കുറച്ച് ദിവസം നിന്റെ അടുക്ക് നിൽക്കാൻ കൂടി പറ്റണില്ല അച്ഛന്. അതിലൊന്നും ആർക്കും ഒരു വിരോധമില്ലല്ലോ അച്ഛാ. എനിക്കിവിടെ സുഖല്ലേ. ഇനി അധികം നീട്ടിക്കൊണ്ടു പോണ്ടാന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ കല്യാണം മഹി എന്തെങ്കിലും പറയണ്ടായോ? കർക്കിടകം കഴിയട്ടെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോ ഒരു ദിവസം പറയണേട്ടു. ആദ്യം ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചപ്പോ നിന്റെ അമ്മ മരിച്ചു. പിന്നെ രണ്ടാമതൊന്ന് ആലോചിച്ച് വന്നപ്പോഴേക്കും മഹിയുടെ അമ്മയും. എന്തോ ഒരു ദുശകനം പോലെ. ഇനിയും അനർത്ഥമൊന്നും ഇല്ലാണ്ട് ആ ചടങ്ങൊന്ന് തീർന്നു കിട്ടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ഇറങ്ങിക്കോളൂ. ഇതാ വീട്. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ അല്ലേ മയ്യേട്ടാ? അതെ. നീ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ആ തമ്പുരി പൊട്ടാതെ നോക്കണം. എന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയായിട്ട് കഴിക്കോ. ആ കേശുമാമ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ വന്നു. കണ്ടിട്ട് പോവാന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. കോയമ്പത്തൂര് വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കേമായി. തഞ്ചാവൂർ 2 ദിവസം ജാസ്തി തങ്ങണ്ടി വന്നേ ഉള്ളൂ. ഏതാ ഈ കുട്ടി? കുറച്ച് ഇരുന്നിട്ടൊക്കെ അല്ലേ പോളൂ. ഒക്കെ വിസ്തരിച്ച് പറയാൻ കേശവ. വാ. എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു. പിന്നെ ബാമക്കുഞ്ഞിനെ വന്നു. എന്താടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറിപ്പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരെന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിൽ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്ക്. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹി ഇല്ല മഹേട്ടാ? എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പണായിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിലൊരു കുശുമ്പിളകിയോ എന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. മുത്തശ്ശി എന്നെ വിളിച്ചോ? നീ ഇതെവിടെയായിരുന്നു ബാമേ? അപ്പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. ഇതാ ഞാൻ പറഞ്ഞ ബാമ, മഹിയുടെ മുറപ്പെണ്ണ്. ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക്. ഇനി ഇവിടെയാ താമസിക്കണേ. അല്ലെങ്കിൽ അത് ശരിയാവില്ല. നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടിപ്പും അടുക്കലും പെറുക്കലും ഒക്കെ. ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ? അങ്ങോട്ട് കൂട്ടിക്കോളൂ. ആരാ മുത്തശ്ശി ഇത്? തഞ്ചാവൂരപ്പൻ തന്ന പ്രസാദം. ഓ, അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെയാവും ഇപ്പൊ പ്രസാദമായിട്ട് കൊടുക്കണത്. അത് ഞാൻ അറിഞ്ഞില്ല.
കുട്ടി വരൂ. വെറും വേണിയുള്ളോ അതോ കൃഷ്ണവേണിയോ? വെറും വേണിയേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ഒരു പേര്? തമിഴത്തി കുട്ടികളെ പോലെ. ഞാൻ മലയാളിയാ. അത് മനസ്സിലായി. എവിടെയാ നാട്? ശിവപുരം. പിന്നെങ്ങനെയാ തഞ്ചാവൂരി എന്ന് പെട്ടത്? അയ്യോ, ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട. ആരാ എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രേ ഉള്ളൂ. അതെങ്ങനെയാ? ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ? എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ്. ഇവിടെ പറയുമ്പോ പറയും ഭാമയോ, അവളൊരു മണ്ടി. മഹേട്ടനാ കുറച്ച് കൂടുതല്. പക്ഷേ എപ്പോഴും എന്തിനും എല്ലാവർക്കും ഭാമ വേണം താനും. ബാമേ, കണ്ടോ, ഭാമ ചത്തുപോയി. ചിരിക്കാൻ പറഞ്ഞല്ല, ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതന്നെ ഉണ്ടാവുക. ദാ വരണോ. ആഹാ, ഇവിടെ വന്ന് നിൽക്കുക. ഞാൻ വെറുതെ. കിളികൾ ഇഷ്ടമാണോ കുട്ടിക്ക്? പ്രാവുണ്ട്. ഇനി ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കേണ്ടത് കുട്ടിയുടെ ജോലിയാ. ഇനി മുതല് ഇത് മോളുടെയും കൂടെ വീടാ. അങ്ങനെ വേണം കരുതാൻ. എല്ലാ ഫ്രീഡം ഉണ്ടാവും കുട്ടിക്കൂടെ. ഞങ്ങളൊക്കെ കൂട്ടിനുണ്ടാവും വിചാരിച്ചോ. എപ്പോഴും മനസ്സിലെ വിഷമങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് നല്ല മിടുക്കി കുട്ടിയാവണം. ഞാൻ കരുതിയത് മഹീട്ടും പാടത്തേക്ക് പോയിന്നാ. നീ ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശി പറഞ്ഞല്ലോ, ഇവളൊരു പാവം കുട്ടിയാ. എന്ന് വെച്ച് നിന്റെ അത്രയും പാവമൊന്നുമല്ല, എന്നാലൊരു ചെറിയ പാവം. ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും നിങ്ങൾ തമ്മിലായിക്കോ. നന്നായി, എനിക്കൊരു കൂട്ടായല്ലോ. അടുക്കളയിൽ ഒരു ചുമട് പണിയുണ്ട്. അടുക്കളയിലെ കരിയും പോവുകയും കൊള്ളാൻ ഇവിടെ ക്ഷണിക്കൊന്നും വേണ്ട. അതിൽ തെറ്റൊന്നുമില്ല. പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ. പെൺകുട്ടികൾക്കല്ല, നിന്നെ പോലത്തെ പെൺകുട്ടികൾക്ക് പറ. മഹേട്ടാ, പാടത്ത് പണിക്കാര് വെയിറ്റിംഗിലാ. നമ്മൾ ചെന്നിട്ട് വേണം കൊയ്ത്തു തുടങ്ങാൻ. ഓ, നമുക്ക് പോവാം. ചെല്ല്, ബാമേച്ചിട്ട് വിളിച്ചല്ലേ. മാധവൻ വന്ന് തിരക്കിയിരുന്നു തന്നെ. അവന്റെ തൊപ്പി എവിടെ ഒളിച്ചു വെച്ചിരിക്കണേ? തൊപ്പിയോ? ഏത് തൊപ്പി, ഏത് മാധവൻ? ആ, ചെല്ല് ചെല്ല്. നീ ഇതിന്റെ പേരിലായിക്കോ രണ്ടാളും കൂടി യുദ്ധം. വേണി പോട്ടെ. ചാച്ചാ, ഇത് ചിരിഞ്ചിവരെ പടമൊന്നുമല്ല പറന്നു പോകാനായിട്ട്. വരൂ. നൂറ് മേനിയാണ് ചെറിയമ്പ്ര. ആ കൈ കൊണ്ട് വിത്തെറിഞ്ഞെന്റെ കൈപ്പുണ്യാണ്. നമ്മടെ അധ്വാനത്തിന്റെ ഫലം എന്ന് പറ വേലുമൂത്താരെ, അല്ലടാ. അന്നാ തുടങ്ങട്ടെ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. ഒച്ചയില്ലല്ലോ ലോശയില്ലല്ലോ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. പെണ്ണു വന്നേ ഒരു ഞാറുന്നട്ടേ കൊല്ലക്കാലം പോയ യുഗത്തിൽ. അയ്യോ, തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. മഹിയേട്ടനില്ല, ഇടപെടരുത്. എന്റെ തൊപ്പി കാണാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിയോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ കൊല്ലക്കാലം പോയി യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായന്റെ വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി. മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ളുഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ തൊപ്പി. മതി മതി മതി, പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ, വളരെ മോശം. ഇല്ല മഹേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മയ്യേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് എന്നോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ടാ, പിന്നെ എങ്ങനെയാ മര്യാദയ്ക്ക് സംസാരിക്കുക? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മയ്യേട്ടാ. കൊടുക്കടാ. മയ്യേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ട് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്യേ? അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാം, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, ഈ തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. മിണ്ടാരാ, ഒരു സല്യൂട്ട് കൊടുത്തേ.
ആ താ. ആ ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി തരാം. വാ. അങ്ങനെ. മോശം. ആ തൊപ്പി കിട്ടിയല്ലോ, പാള തൊപ്പിയല്ലോ. അല്ലം പോയായുഗത്തിൽ തൊപ്പി കിട്ടിയല്ലോ, പാള തൊപ്പിയല്ലോ. അലങ്കാരം പോയായുഗത്തിൽ തന്താനേ താനോ, തന തന്താനേ താനോ. അപ്പൂപ്പ, അപ്പൂപ്പന് അറിയുന്നുണ്ടാവോ ഞാനിപ്പോ എവിടെയാണെന്ന്? ഏതെങ്കിലും ലോകത്ത് നിന്ന് അപ്പൂപ്പൻ കാണുന്നുണ്ടോ എന്നെ? ഈ വീട്ടിലെല്ലാവർക്കും എന്നോട് സ്നേഹ. ഇപ്പൊ എനിക്ക് സന്തോഷാണോ സങ്കടാണോ ചോദിച്ചാ എനിക്കറിയില്ല. ഒന്ന് വേഗം ഉറങ്ങും മുത്തശ്ശി, എനിക്ക് ഉറക്കം വരണോ. തിരുമ്മ നീയേ. എന്താ കുട്ടി, ഉറങ്ങില്ലേ? ആ മുറിയില് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവുന്നു. പരിചയമില്ലാത്ത സ്ഥലല്ലേ, അതുകൊണ്ടാവും. ഇവിടെ കിടന്നോളൂ. ബാമേ, ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ, ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ, നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്? പേടിയില്ലാത്ത ഒരാള് മാത്രോ? വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ. മുത്തശ്ശി എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ളക്കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ, എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിയിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി, അതന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ.